പറഞ്ഞോ. പൊന്നു നാട്ടുകാരെ, എനിക്ക് ഒരുപാട് ധർമ്മസങ്കടത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ 19 വർഷമായ ഡോക്ടർ സ്മിത ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലിലെ എനിക്ക് ഒരുപാട് ഉപദ്രവങ്ങളുണ്ട്. ഒരുപാട് കള്ളക്കഥകൾ പറഞ്ഞ് നാട്ടുകാരെ കൂട്ടിക്കൊണ്ട് കിടക്കുകയാണ്. ഈ അടുത്ത സമയത്തായി എൻ്റെ കൂടെ സ്നേഹം ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തായ അലീന എന്ന പെൺകുട്ടിയെ ഞങ്ങൾ കല്യാണം കഴിക്കാൻ വരെ ആഗ്രഹിച്ചതാണ് കോടതി മോനെ. ആ കുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്തിട്ട് അവർ പലതവണയും പെൺവാണികക്കാർക്ക് കൊടുക്കുകയും പിന്നെ അതിനെ അവയവ കച്ചവടക്കാർക്ക് വിൽക്കുകയും ചെയ്തു. അവസാനം കുറേ വർഷങ്ങളായി കൊച്ചിനെ കാണാനില്ലായിരുന്നു. പിന്നെ ഒരു നാളിൽ കൊച്ച് അവരെ വീട്ടിൽ വന്നതായിട്ട് കണ്ടുപിടിച്ചു. അവശരായ കുട്ടിയെ രണ്ടുപേരെ വിട്ട് ഞാൻ കുട്ടിയെ ആവശ്യപ്പെട്ടു. അവർ തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവരെ വീട്ടിൽ 5-നും 10-നും ഇടയിൽ രാത്രിയും പകലും ഗൂണ്ടകളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഞാൻ സമീപിച്ചത്. പക്ഷേ ഇവരെല്ലാ രാഷ്ട്രീയ പാർട്ടികളും കയ്യിലെടുത്ത് എന്നെ സഹായിക്കരുതെന്നും അവരെ വീട്ടിൽ എന്നെ കൊണ്ട് ചെല്ലരുതെന്നും പറഞ്ഞു. തനിച്ച് പോകാൻ പറ്റാവുന്ന അവസ്ഥയായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ഈ കുട്ടിയെ കൊന്നതായിട്ടാണ് പിന്നെ ഞാൻ അറിയാൻ കഴിഞ്ഞത്. തെളിവുകൾ നശിപ്പിക്കുന്ന ഭാഗമായി കുട്ടിയെ കൊന്നതായിട്ടാണ്. ഞാൻ ഇതിനെതിരെ ലോകായുക്തയിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തെങ്കിലും അവർ, അതായത് ഈ സംഭവം നടക്കുന്നത് വിഴിഞ്ഞം പൂവാർ ലൈനിലാണ്. അത് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലാണ്. അപ്പോൾ അവിടെ ഞാൻ ഒരുപാട് വട്ടം പരാതി കൊടുത്തിട്ടും അവരൊരു നടപടി എടുത്തില്ല. അവസാനം ഞാൻ കൊച്ചു ജീവനോടുണ്ടോ അതേ മരിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബോഡി എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അവർക്ക് എഴുതുകയും അതിന് മറുപടി വിവരാവകാശ പ്രകാരം എഴുതി കൊടുത്തിട്ടും മറുപടി തന്നിട്ടില്ല. ഇത് ലോകായുക്തയിൽ ഇവർ പിന്നെ കേസിൻ്റെ പരവൂരിലേക്ക് വിട്ടതും പരവൂരിൽ നിന്ന് ആ റിപ്പോർട്ട് വന്നിരുന്നത്, പരവൂരെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ പരവൂരത്തേക്ക് അവർ കേസ് വിട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് അവർ അംഗീകരിച്ചിരുന്നു, തെളിവുകളില്ലെന്ന്. അതെങ്ങനെ തെളിവുകൾ കിട്ടാനാ? ഇങ്ങനെയുള്ള ജഡ്ജിമെൻറ്റും പോലീസുകാരും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒത്തുകളിയാണ്. ഈ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിരിക്കുന്ന പിന്നെ ഈ പ്രതിയെ കോടതി വെറുതെ വിട്ടതിന് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ആ കോടതിയും ക്രിമിനൽ കുറ്റക്കാരനാണെന്നേ എനിക്ക് പറയാനുള്ളത്. ഇതിന് എതിരായിട്ട് ഞാൻ ഭരണഘടനാ കോടതിയിൽ ഞാൻ സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപ്രകാരം ഒരു നടപടി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരെല്ലാം സഹായിക്കണം എന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു.